السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين. اللهم لا علم لنا إلا ما علمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിനാൽ അല്ലാഹുവിൻ്റെ ദീനിൻ്റെ 5 സ്തംഭങ്ങളിൽ രണ്ടാമത്തെ കാര്യമായ നിസ്കാരവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ പാഠങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഓരോ മുസ്ലിമും ദിനേന ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നിസ്കരിക്കേണ്ടത് എന്ന് ഓരോ ക്ലാസുകൾ പിന്നിടുമ്പോഴും നമുക്ക് കൂടുതൽ കൂടുതൽ ബോധ്യപ്പെടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ രൂപത്തിൽ പഠിക്കുവാനും അതനുസരിച്ച് പ്രാവർത്തികമാക്കുവാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ശുറൂത്തു സ്വലാത്തി വ അർക്കാനുഹ വ വാജിബാത്തുഹ എന്ന കിതാബാണ് നമ്മൾ അവലംബിച്ചു വരുന്നത്. നിസ്കാരത്തിന്റെ ഷർത്തുകൾക്ക് ശേഷം നിസ്കാരത്തിന്റെ റുക്നുകളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. നിസ്കാരത്തിന് 14 റുക്നുകളുണ്ട്. ആ 14 റുക്നുകളിൽ 3 റുക്നുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ് ആ 3 റുക്നുകൾ? ഒന്ന്, തക്ബീറത്തുൽ ഇഹ്റാം അഥവാ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന ആദ്യത്തെ തക്ബീർ, അതാണ് തക്ബീറത്തുൽ ഇഹ്റാം. രണ്ട് അൽ ഖിയാമു മഅൽ ഖുദ്റതി, കഴിവുള്ളവർ നിന്ന് നിസ്കരിക്കൽ. കഴിവുള്ള ആളുകളാണെങ്കിൽ നിൽക്കൽ റുക്നാണ്. നിൽക്കാതിരുന്നാൽ നിസ്കാരം ശരിയാവുകയില്ല. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി പറഞ്ഞിരുന്നു. മൂന്നാമത്തേത് ഖിറാഅത്തു സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യൽ. ഈ 3 റുക്നുകളും അൽഹംദുലില്ലാഹ് നമ്മൾ മനസ്സിലാക്കി. അതിലവസാനം സൂറത്തുൽ ഫാത്തിഹയുടെ ലഘു വിശദീകരണമാണ് നമ്മൾ പറഞ്ഞത്. ഒരുപാട് വിശദീകരിക്കാനുണ്ട്. എങ്കിലും ചെറിയ രൂപത്തിൽ അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ ആ മഹത്തായ സൂറത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ സഹോദരങ്ങളെ, നമ്മൾ നിസ്കാരത്തിൽ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ ആ പഠിച്ച അർത്ഥവും ആശയവും അതിൻ്റെ പ്രാധാന്യവും ഒക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. മരണം വരെ നമ്മളത് മുറുകെ പിടിക്കേണ്ടതുണ്ട്. അള്ളാഹു സഹായിക്കുമാറാവട്ടെ. 4ാമത്തെ റുക്നാണ് ഇനി നമുക്ക് പറയാനുള്ളത്. അതിനു മുന്നേ സൂറത്തുൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കട്ടെ. നമുക്കറിയാം, സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തു കഴിഞ്ഞാൽ വലദ്ദാല്ലീൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആമീൻ എന്ന് പറയാറുണ്ട്. ആമീൻ എന്ന് പറയണം.
എന്താണ് ആമീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? പണ്ഡിതന്മാർ പറഞ്ഞു, അല്ലാഹുമ്മസ്തജിബ്. ആമീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹുമ്മസ്തജിബ്, അല്ലാഹുവേ ഉത്തരം നൽകണേ എന്നാണ്. കാരണം സൂറത്തുൽ ഫാത്തിഹയിൽ അവസാന ഭാഗത്ത് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ് ചെയ്തത്. ആ പ്രാർത്ഥനക്ക് അല്ലാഹുവേ നീ ഉത്തരം നൽകണേ എന്നാണ് ആമീൻ എന്ന് പറയൽ കൊണ്ടുള്ള വിവക്ഷ. ആമീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹുവേ നീ ഉത്തരം നൽകണേ, അല്ലാഹുമ്മസ്തജിബ് എന്നാണ് അർത്ഥം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഇദാ ഖാല അൽ ഇമാമു, ഒരു ഇമാം ഇപ്രകാരം പറഞ്ഞു, പാരായണം ചെയ്തു, അഥവാ സൂറത്തുൽ ഫാത്തിഹ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പറഞ്ഞ് പാരായണം ചെയ്ത് അവസാനിപ്പിച്ചു എങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക? ഇമാം ആമീൻ പറയുമ്പോൾ ഫഖൂലു ആമീൻ, നിങ്ങളും ആമീൻ പറയുക. ഫഇന്നഹു മൻ വാഫഖ ഖൗലുഹു ഖൗലൽ മലായികതി ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. തീർച്ചയായും ആരുടെ ആമീനാണോ മലക്കുകളുടെ ആമീനുമായി യോജിച്ചു വരുന്നത് അവന്റെ മുൻകഴിഞ്ഞ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടും. സഹോദരങ്ങളെ, ഈ മഹത്തായ ശ്രേഷ്ഠത നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഇമാം ആമീൻ പറഞ്ഞാലാണ് നമ്മൾ ആമീൻ പറയേണ്ടത്. നമ്മുടെ എല്ലാവരുടെയും ആമീനും കൂടെ ഉണ്ടാകുന്ന മലക്കുകളുടെ ആമീനും ചേർന്നു വന്നാൽ അല്ലാഹു തആല നമ്മുടെ പാപങ്ങൾ പുറത്തു നൽകും എന്നുള്ളതാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ഹദീസ് പറയുന്നതിനിടയിൽ നിസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നതിന്റെ ശ്രേഷ്ഠത ഇതിലുണ്ട്. എന്താണ്? നിസ്കാരത്തിൽ ഇമാമിന്റെ കൂടെ നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ ശ്രേഷ്ഠത ലഭിക്കും. ഇമാം ആമീൻ പറയുമ്പോൾ കൂടെ ആമീൻ പറഞ്ഞാൽ, മലക്കുകളുടെ ആമീനുമായി അത് യോജിച്ചു വന്നാൽ എത്ര വലിയ ശ്രേഷ്ഠതയാണ്! അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പുറത്തു നൽകും, ചെറുപാപങ്ങൾ അല്ലാഹു പുറത്തു നൽകും എന്നുള്ളതാണ്. ഇപ്പൊ നോക്കൂ സഹോദരങ്ങളെ, ജമാഅത്ത് നിസ്കാരം ഒരാൾ ഉപേക്ഷിച്ചാൽ അയാൾക്ക് ഈ ശ്രേഷ്ഠതകൾ നഷ്ടപ്പെടുകയാണ്. എത്ര തവണ ഒരു ദിവസം ഇതുപോലെ ഇമാമിന്റെ കൂടെ ആമീൻ പറഞ്ഞ് മലക്കുകളുടെ ആമീനുമായി നമുക്ക് യോജിപ്പിക്കാൻ സാധിക്കും? ഒരു ദിവസം 6 തവണ സാധിക്കും. എപ്പോഴൊക്കെയാണ്? ഫജ്റിൽ 2 റക്അത്തിലും ഇമാം ഉറക്കെ പാരായണം ചെയ്യും, ആമീൻ പറയും. അതുപോലെ മഗ്രിബിൽ, അതുപോലെ ഇശായിൽ ഒരു ദിവസം 6 തവണ ഈ ശ്രേഷ്ഠത കൃത്യമായി ജമാഅത്ത് നിർവഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അത് സഹോദരങ്ങളെ വലിയ ശ്രേഷ്ഠതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ആമീൻ എന്ന് പറയൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. ഈ ശ്രേഷ്ഠത നമ്മൾ പാഴാക്കാതിരിക്കുക. അതുപോലെ ആമീൻ പറയേണ്ട രൂപമുണ്ട്. സാധാരണ നമ്മുടെ നാടുകളിൽ ആമീൻ ആളുകൾ പല രൂപത്തിലാണ് പറയാറുള്ളത്. പണ്ഡിതന്മാർ പറഞ്ഞു 2 രൂപമാണ് അതിനുള്ളത്. ഒന്നല്ലെങ്കിൽ അലിഫ് നീട്ടിക്കൊണ്ട് ആമീൻ എന്ന് പറയാം, അതല്ലെങ്കിൽ അലിഫിന്റെ നീളം കുറച്ചുകൊണ്ട് ആമീൻ എന്ന് പറയാം. ഈ രണ്ടാലൊരു രൂപത്തിൽ ആമീൻ പറയാവുന്നതാണ്. എന്നാൽ ചില ആളുകൾ പറയാറുള്ളത് ആമീൻ എന്ന് പറയും, മീമിന് ശബ്ദ കൊടുത്തുകൊണ്ട് ആമീൻ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അത് അറബി ഭാഷ നിയമപ്രകാരം തെറ്റാണത്. ആമീൻ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലാഹുമ്മസ്തജിബ് എന്നാണ് അർത്ഥം.
എന്നാൽ ആമീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മാറി. മീമിന് ശബ്ദ കൊടുത്തുകൊണ്ട് ഉച്ചരിച്ചാൽ അതിന്റെ അർത്ഥം ഖസദ, ഉദ്ദേശിച്ചു, ലക്ഷ്യം വെച്ചു എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഇദയിൽ അല്ലാഹു തആല പറഞ്ഞതായി കാണാം, വലാ ആമീനൽ ബൈത്തുൽ ഹറാം. ബൈത്തുൽ ഹറാം ലക്ഷ്യം വെക്കുക എന്ന അർത്ഥത്തിൽ, അൽ ഖസ്ദ് അതല്ലെങ്കിൽ ഖസദ എന്ന അർത്ഥമാണ് ആമീൻ എന്ന് പറയുമ്പോൾ അതിന് വെക്കപ്പെടുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കുക. മുന്നേ സൂചിപ്പിച്ചതുപോലെ അറബി ഭാഷയിൽ ചെറിയ ഒരു വ്യത്യാസം മതി വലിയ അർത്ഥവ്യത്യാസമുണ്ടാകും. അറബി ഭാഷ, അറബിയിലെ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ഫത്ഹും കെസ്റും ആ രൂപത്തിൽ ഹറക്കത്ത് മാറിയാൽ തന്നെ വലിയ അർത്ഥവ്യത്യാസം ഉണ്ടാകും. മുന്നേ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ആലിമും ആലമും ഹറക്കത്തില്ലാതെ ഈ വാക്ക് എഴുതിയാൽ രണ്ട് രൂപത്തിലും വായിക്കാം. ആലിം എന്നും വായിക്കാം, ആലം എന്നും വായിക്കാം. എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? രാപ്പകലുകളുടെ വ്യത്യാസമുണ്ട്. ആലിം എന്ന് പറഞ്ഞാൽ അറിവുള്ള ആൾ, പണ്ഡിതൻ എന്നാണ് അർത്ഥം. ആലമുൻ എന്ന് പറഞ്ഞാലോ ലോകം എന്നാണ് അർത്ഥം. ഒരു ബന്ധവുമില്ലാത്ത രണ്ടർത്ഥം കിട്ടും, ഒരു ഫത്ഹും കെസ്റും ഒന്ന് മാറിയാൽ. എന്നതുപോലെ നിങ്ങൾ നോക്കൂ, ആമീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുമ്മ സ്തജിബ്, അല്ലാഹുവേ ഉത്തരം നൽകണേ എന്നാണ് അർത്ഥമെങ്കിൽ, ആമീൻ എന്ന് പറയുമ്പോൾ ലക്ഷ്യം വെക്കുക, ഉദ്ദേശിക്കുക എന്നൊക്കെയാണ് അർത്ഥമുണ്ടാവുക. അപ്പൊ നമ്മൾ ആ പറഞ്ഞ വാക്ക് ഒരു പാഴ്വാക്കായി പോകും. അറിഞ്ഞുകൊണ്ട് ഇതുപോലെ നിസ്കാരത്തിൽ തെറ്റിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിസ്കാരത്തെ തന്നെ അത് ബാധിക്കാൻ കാരണമാകും. കാരണം നിസ്കാരത്തിൽ പുറമെ നിന്നുള്ള ഒരു വാക്കും അനുവദനീയമല്ല. മനഃപൂർവ്വം അത്തരം വാക്കുകൾ പ്രയോഗിച്ചാൽ ഒരാളുടെ നിസ്കാരം ബാത്തിലായി പോകും. ആമീൻ എന്ന് പറയേണ്ടടുത്ത് ഒരാൾ ആമീൻ എന്ന് മനഃപൂർവ്വമാണ് പറയുന്നത് എങ്കിൽ അയാളുടെ നിസ്കാരം ബാത്തിലായി പോകാൻ അത് കാരണമാകും. കാരണം നിസ്കാരത്തിന് പുറത്തുള്ള വാക്കുകളാണത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കുക. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പറഞ്ഞ് ആമീൻ എന്ന് പറയാൻ നമ്മൾ ശ്രദ്ധിക്കുക. രണ്ട് രൂപത്തിൽ പറയാം. ഒന്നല്ലെങ്കിൽ അലിഫ് നീട്ടിക്കൊണ്ട് ആമീൻ, അതല്ലെങ്കിലോ ആമീൻ. ഈ രണ്ട് രൂപത്തിൽ പറയാം. അതല്ലാതെ നമ്മൾ തെറ്റിച്ച് പറയരുത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അതിനുശേഷം പരിശുദ്ധ ഖുർആനിൽ നിന്നും സൂറത്ത് പാരായണം ചെയ്യണം. ഒന്നല്ലെങ്കിൽ സൂറത്തിൽ നിന്ന് ആയത്തുകൾ പാരായണം ചെയ്യുക, അതല്ലെങ്കിൽ നമുക്ക് മനഃപ്പാഠമുള്ള സൂറത്ത് പാരായണം ചെയ്യുക. പണ്ഡിതന്മാർ പറഞ്ഞു, ഈ വിഷയത്തിൽ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതണം എന്ന വിഷയത്തിൽ. അത് ഉറക്കെയുള്ള നിസ്കാരത്തിൽ ഉറക്കെയും പതുക്കെയുള്ള നിസ്കാരത്തിൽ പതുക്കെയും ഓതണം എന്നുള്ളതാണ്. അഥവാ ആദ്യത്തെ 2 റക്അത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം പരിശുദ്ധ ഖുർആനിൽ നിന്നും സൂറത്ത് ഓതാറുണ്ടായിരുന്നു, അതല്ലെങ്കിൽ സൂറത്തിലെ ആയത്തുകൾ ഓതാറുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളും ആ സുന്നത്ത്, ആ ഒരു ചര്യ പിൻപറ്റുക എന്നുള്ളതാണ്. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിസ്കാരത്തിൽ തക്ബീർ ചൊല്ലി പ്രാരംഭ പ്രാർത്ഥന ചൊല്ലി സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തു, എന്നിട്ട് ഖുർആനിൽ നിന്ന് സൂറത്ത് അതല്ലെങ്കിൽ ആയത്തുകൾ പാരായണം ചെയ്ത് അതിനുശേഷം പിന്നീട് നമുക്ക് 4ാമത്തെ റുക്നാണ് എന്ന് പറയാനുള്ളത്. എന്താണ് 4ാമത്തെ റുക്ൻ? അർ റുകൂഅ. ഈ റുകൂഇനും ഖിറാഅത്തിനും ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സക്ത, ഒരു നൃത്തം അവിടുന്ന് നിർത്താറുണ്ടായിരുന്നു.
എന്ന് പറഞ്ഞാൽ സൂറത്ത് പൂർത്തീകരിച്ച് അതിനോടൊപ്പം ചേർത്ത് റുക്കൂഇൽ പോവാറില്ലായിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തു എന്ന് വിചാരിക്കാം. അവസാനത്തെ ആയത്ത് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹു അക്ബർ, അങ്ങനെ പോവാൻ പാടില്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്? ഈ സൂറത്ത് തന്നെ ഉദാഹരണം എടുത്താൽ, വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹു അക്ബർ, ഒരു ചെറിയ ഒരു നൃത്തം, ഒരു സക്ത എന്നാണ് അതിന് പറയുക. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ പെട്ട കാര്യമാണ്. ഇത് സഹോദരങ്ങളെ, നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ നിസ്കാരത്തിൽ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നിസ്കരിച്ചോ അങ്ങനെ നമ്മൾ നിസ്കരിക്കണം. നമുക്ക് എളുപ്പമുള്ള രൂപത്തിലോ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് അബദ്ധം വരുത്തുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഇതൊക്കെ പൂർത്തീകരിച്ച് ശ്രദ്ധിച്ച് നിസ്കരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ഇത്തിബാ. അപ്പോഴാണ് നമ്മുടെ ഇബാദത്തുകൾക്ക് ഭംഗി ഉണ്ടാവുക. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. എത്ര മസ്അലകൾ ആ ഭാഗത്ത് പറഞ്ഞു? ഒന്ന്, ആമീൻ എന്ന് പറയണം, അതിൽ അക്ഷരത്തെറ്റ് വരാതെ ശ്രദ്ധിക്കണം. രണ്ടാമത്തേത്, ഖുർആനിൽ നിന്ന് പാരായണം ചെയ്യണം. മൂന്നാമത്തേത്, ഒരു സക്ത, ഒരു ചെറിയ ഒരു ഇടവേള, ഒരു നൃത്തം അതിനിടയിൽ വേണം എന്നുള്ളതാണ്. ഇതാണ് സഹോദരങ്ങളെ ആ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ. ഇനി നമുക്ക് നാലാമത്തെ റുക്നിലേക്ക് കടക്കാം. നാലാമത്തെ റുക്ൻ അർ-റുകൂഉ. റുകൂഉ എന്ന് പറഞ്ഞാൽ ഹുവൽ ഇൻഹിനാ, കുനിയുക എന്ന അർത്ഥത്തിലാണ് റുകൂഉ എന്ന് പറയുക. റുകൂഉ എന്നത് നിസ്കാരത്തിന്റെ റുക്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും റുകൂഉ എടുത്തു പറഞ്ഞതായി കാണാം. അല്ലാഹു പറഞ്ഞു, ഇർകഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും, നിങ്ങൾ റുകൂഉ ചെയ്യുക, സുജൂദ് ചെയ്യുക, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. റുകൂഉ എന്നത് ആരാധനയിൽപ്പെട്ടതാണ്. നിസ്കാരത്തിൽ അത് റുക്നാണ്. നിസ്കാരത്തിൽ ഈ പറഞ്ഞ ഇബാദത്ത് റുക്ൻ അർ-റുകൂഉ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അവിടുന്ന് ഒരിക്കൽ മോശമായി നിസ്കരിച്ച ഒരാളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അവിടുന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുമ്മ ഇർകഅ ഹത്താ തത്മഇന്ന റാകിഅൻ. നിസ്കാരം ഓരോന്നായി അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതിനിടയിൽ റുകൂഉ ചെയ്യാൻ കൽപ്പിക്കുകയാണ്. നീ റുകൂഉ ചെയ്യുക. എങ്ങനെ റുകൂഉ ചെയ്യണം? റുകൂഉൽ നീ അടങ്ങി താമസിക്കുന്നത് വരെ. റുകൂഉൽ നീ അവിടെ നിൽക്കണം, നിനക്കൊരു അടക്കം വരണം, അതുവരെ. അഥവാ റുകൂഉ അടക്കത്തിലും ഒതുക്കത്തിലും ചെയ്യണം എന്ന് ചുരുക്കം. നേരെ പോവാ ഡും എന്ന് പറഞ്ഞ് തിരിച്ചു വരിക, ആ പരിപാടി പറ്റൂല. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റുകൂഇലേക്ക് പോകുമ്പോൾ പോയി അവിടെ നിൽക്കണം. അതിന്റെ രൂപം ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. റുകൂഇലേക്ക് പോവേണ്ടത് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക. എങ്ങനെയാണ് റുകൂഇലേക്ക് പോവേണ്ടത്? ഇപ്പൊ നേരത്തെ പറഞ്ഞ ആ അവസ്ഥയിലാണ് നമ്മൾ ഉള്ളത്. സൂറത്ത് അൽ ഫാത്തിഹ പാരായണം ചെയ്ത്, എന്നിട്ട് സൂറത്ത് ഖുർആനിൽ നിന്ന് വല്ലതും പാരായണം ചെയ്ത്, ആ സന്ദർഭത്തിൽ നമ്മൾ നേരെയാണുള്ളത്. ഈ നേരെയുള്ള അവസ്ഥയിൽ നിന്നും നമ്മൾ എന്ത് വേണം? കൈകെട്ടി ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാവുക. കൈ ഉയർത്തിക്കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് റുകൂഇലേക്ക് പോവേണ്ടത്. ആ റുകൂഇലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പോവേണ്ടത്? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കുനിയണം. അതാണ് റുകൂഉ എന്ന് പറഞ്ഞാൽ. ആ അവസരത്തിൽ കൈ ഉയർത്തലുണ്ട്. നേരെ കൈ ഇളക്കി അങ്ങനെ തന്നെ റുകൂഇലേക്ക് പോവലല്ല, മറിച്ച്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ കൈകൾ ഉയർത്തിയ 4 സന്ദർഭങ്ങൾ പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. നിസ്കാരത്തിൽ കൈകൾ ഉയർത്തിയ സന്ദർഭങ്ങൾ. ഒന്നാമത്തേത് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ അവസരത്തിലാണ്. നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു, അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ കൈ ഉയർത്തും. രണ്ടാമത്തൊരു സന്ദർഭം റുക്കൂഇലേക്ക് പോകുമ്പോഴാണ്. മൂന്നാമത്തൊരു സന്ദർഭം റുക്കൂഇൽ നിന്ന് ഉയരുമ്പോഴാണ്. നാലാമത്തൊരു സന്ദർഭം ആദ്യത്തെ തശഹൂദിന് ശേഷം മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ. അഥവാ ളുഹറിൽ അതുണ്ട്, അസ്റിൽ അതുണ്ട്, മഗ്രിബിലുണ്ട്, ഇശായിലുണ്ട്. ആദ്യത്തെ തശഹൂദ് 2 റക്അത്ത് പൂർത്തിയാക്കി തശഹൂദിനിരുന്ന് മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടും. ഇങ്ങനെ 4 സന്ദർഭങ്ങളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തിയിരുന്നത്. റുക്കൂഇലും സഹോദരങ്ങളെ നമ്മൾ അതിലേക്ക് പോകുമ്പോൾ കൈ ഉയർത്തിക്കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് പോവാൻ ശ്രദ്ധിക്കണം. റുക്കൂഇൽ പ്രവർത്തനവുമുണ്ട്, വാക്കുകളുമുണ്ട്. നേരത്തെ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാമിലൊക്കെ ചെയ്തതുപോലെ തന്നെ അവിടെ ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. റുക്കൂഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നത് അവിടുന്ന് പഠിപ്പിച്ച ഹദീസിൽ കാണാം, ഫഅമ്മ റുക്കൂഉ ഫഅദ്ദിമു ഫീഹി റബ്ബ അസ്സ വജല്ല. റുക്കൂഉ ആ സന്ദർഭത്തിൽ അല്ലാഹുവിനെ നിങ്ങൾ മഹത്വപ്പെടുത്തുക, അവന് തസ്ബീഹ് ചെയ്യുക, അവനെ പുകഴ്ത്തുന്ന വാചകങ്ങൾ ഉരുവിടുക എന്നതാണ്. അഥവാ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ദിക്റുണ്ട്, സുബ്ഹാന റബ്ബിയൽ അദീം. സുബ്ഹാന റബ്ബിയൽ അദീം, അതിമഹത്വമുള്ളവനായ എന്റെ റബ്ബിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. റുക്കൂഇൽ ഇതാണ് പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇതല്ലാത്ത വേറെയും ദിക്റുകളുണ്ട്. നമ്മൾ മുന്നേ പ്രാരംഭ പ്രാർത്ഥനകൾ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കൂഇലും സുജൂദിലും ചൊല്ലാറുണ്ടായിരുന്ന പല പ്രാർത്ഥനകളും ഹദീസിൽ കാണാം. അതിൽപ്പെട്ടതാണ് സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മഗ്ഫിർലി. സുബ്ഹാനക അല്ലാഹുമ്മ, അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. റബ്ബനാ വബിഹംദിക, ഞങ്ങളുടെ റബ്ബേ നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം അല്ലാഹുമ്മഗ്ഫിർലി, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു നൽകണേ. അതുപോലെ തന്നെ സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്. സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ, പരിശുദ്ധിയുടെ വാക്കാണത്. മലക്കുകളുടെ ജിബ്രീലിന്റെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പരിശുദ്ധനാണ്, എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനാണ്. ഇങ്ങനെയുള്ള സ്തുതി വാക്കുകളാണ് സഹോദരങ്ങളെ റുക്കൂഇൽ നമ്മൾ കൂടുതൽ ചൊല്ലേണ്ടത്. എത്ര തവണ ചൊല്ലണം? പണ്ഡിതന്മാർ പറഞ്ഞു, ഏറ്റവും ചുരുങ്ങിയത് 1 ഒരു തവണയെങ്കിലും നമ്മൾ ചൊല്ലണം. ഏറ്റവും ചുരുങ്ങിയ പരിപൂർണത എന്നത് 3, 1 മുതൽ 3 വരെ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം കണ്ടുപഠിച്ച സഹാബികളിൽ ചിലർ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ 3-ലധികം ദിക്റുകൾ ചൊല്ലിയതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പണ്ഡിതന്മാർ പറഞ്ഞു 10 വരെ ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ട് എന്നതാണ്. അഥവാ ഈ പറഞ്ഞതുപോലെ സുബ്ഹാന റബ്ബിയൽ അദീം അത് 3 തവണ, അതല്ലെങ്കിൽ സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്, ഇങ്ങനെയുള്ള ദിക്റുകളൊക്കെ അവിടെ കുറെ സമയം സുദീർഘമായി റുക്കൂഇൽ നിന്നുകൊണ്ട് ചൊല്ലുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതായിരുന്നു. ആ അർത്ഥത്തിൽ ഏറ്റവും പരിപൂർണത, ഏറ്റവും ഉയർന്ന പരിപൂർണത എന്നത് ഒരാൾക്ക് 10 വരെ ചൊല്ലാവുന്നതാണ് എന്നാണ്. പണ്ഡിതന്മാർക്കിടയിൽ ഇത് സുന്നത്താണോ വാജിബാണോ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വാജിബാണ് എന്നതാണ് പ്രബലമായ അഭിപ്രായം. ഇത് ചൊല്ലണം, നിർബന്ധമായി ഒരാൾ റുക്കൂഇൽ അവിടെ പഠിപ്പിക്കപ്പെട്ട ദിക്റുകൾ ചൊല്ലിയിരിക്കണം
എന്നുള്ളതാണ്. സഹോദരങ്ങളെ, റുകൂഇൽ ഖൗലിയായ അഥവാ പറയാനുള്ള കാര്യങ്ങൾ ഇതാണ്. ഈ പറഞ്ഞ ദിക്റുകൾ നമ്മൾ മുന്നേ സൂചിപ്പിച്ചതുപോലെ മരിക്കുന്നത് വരെ സുബ്ഹാന റബ്ബിയൽ അലീം എന്നതിൽ നമ്മൾ ഒരിക്കലും ഒതുക്കരുത്. അതല്ലാത്ത ദിക്റുകൾ നമ്മൾ പഠിക്കണം. നമ്മൾ പറഞ്ഞില്ലേ, സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ്, ചെറിയ ദിക്റാണ്, എന്നാൽ അതിലൊക്കെ വലിയ ആശയങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിനെ പുകഴ്ത്തുന്ന, അവനെ മഹത്വപ്പെടുത്തുന്ന വാക്കുകളാണ് അതെല്ലാം. അത്തരം ദിക്റുകൾ നമ്മൾ പഠിക്കണം, കാണാതെ പഠിച്ച് അത് നമ്മൾ ചൊല്ലണം. അപ്പോഴാണ് നമ്മുടെ റുകൂഇലൊക്കെ നമുക്ക് ആത്മാർത്ഥത ഉണ്ടാവുക. അപ്പോഴാണ് ചെയ്യുന്ന ഇബാദത്തുകൾ കൂടുതൽ നമ്മുടെ മനസ്സിന് സ്വാധീനം ഉണ്ടാക്കുക. വേറെയും ദിക്റുകൾ കാണാം, സുബ്ഹാനദിൽ ജബറൂതി വൽ മലകൂതി വൽ കിബ്രിയാഇ വൽ അളമതി, ഒക്കെ അല്ലാഹുവിനെ പുകഴ്ത്തുന്ന വാക്കുകളാണ്. എല്ലാത്തിന്റെയും ആധിപത്യമുള്ള, സർവാധികാരമുള്ള, പ്രൗഢിയുള്ള, അതിമഹത്വമുള്ള അള്ളാഹു പരിശുദ്ധനാകുന്നു, അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു എന്നൊക്കെയുള്ള അർത്ഥത്തിലുള്ള വാക്കുകളാണ്. ഇതൊക്കെ സഹോദരങ്ങളെ ഹദീസിൽ സ്ഥിരപ്പെട്ട ഇങ്ങനെയുള്ള ദിക്റുകൾ നമ്മൾ പഠിച്ച് അതൊക്കെ നമ്മൾ ചൊല്ലണം. നമ്മുടെ ഫർദിലും സുന്നത്തിലും ഒക്കെ നിസ്കാരങ്ങളിൽ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ നമ്മൾ ചൊല്ലാൻ പരിശ്രമിക്കണം എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. രണ്ടാമത്തെ രൂപം, നിസ്കാരത്തിൽ റുകൂഇൽ പ്രവർത്തിക്കേണ്ടതാണ്. നമ്മൾ അവിടെ പറയേണ്ടതാണ് പറഞ്ഞത്. പ്രവർത്തിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് എന്താണ്? റുകൂഇൽ അടങ്ങി താമസിക്കണം, തുമഅനീനത്ത് വേണം, അടക്കം വേണം. ഏറ്റവും കുറഞ്ഞ അടക്കം ഏതാണ്? റുകൂഇൽ എത്തിയിട്ട് സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് പറയാനുള്ള ഒരു സാവകാശെങ്കിലും അവിടെ കൊടുക്കണം. അതല്ലാതെ എന്താക്കരുത്, അല്ലാഹു അക്ബർ ഇങ്ങനെ പോകരുത്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിസ്കാരം ഒരിക്കലും നമ്മൾ ഒരു തമാശ രൂപത്തിൽ നിസ്കരിക്കരുത്, വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. നിസ്കാരം എന്നത് നമ്മൾ അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് അള്ളാഹുവിനോട് നമ്മൾ സംസാരിക്കുന്നതാണ്, അള്ളാഹുവുമായുള്ള മുനാജാത്താണ്, രഹസ്യ സംഭാഷണമാണ്. എത്ര തിരക്കുണ്ടെങ്കിലും ആ തിരക്കുകളൊക്കെ മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കണം. നിസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എന്നത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റുകൂഅ് എങ്ങനെയായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റുകൂഇലേക്ക് പോകുമെന്ന് പറഞ്ഞു. അഥവാ റുകൂഅ് എന്ന് പറഞ്ഞാൽ കുനിയലാണ്. എന്താണ് അവിടുത്തെ റുകൂഇന്റെ അവസ്ഥ? വാബിസ ഇബ്നു മഅബദ് റളിയല്ലാഹു അൻഹു എന്ന സഹാബി പറഞ്ഞതായി കാണാം, റഅയ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നു. ഫകാന ഇദാ റകഅ സവ്വാ ബഹ്റഹു ഹത്താ ലൗ സുബ്ബ അലൈഹിൽ മാഉ ലസ്തഖറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ റുകൂഇൽ പോയാൽ സവ്വാ ബഹ്റഹു, അവിടുത്തെ മുതുക് നേരെയാക്കുമായിരുന്നു. മുതുക് നേരെ എത്രത്തോളം? അതിന്റെ രൂപം അദ്ദേഹം പറയുകയാണ്. എന്താണ്? അവിടുത്തെ മുതുകത്ത് വെള്ളം ഒഴിച്ചാൽ ആ വെള്ളം അവിടെ തന്നെ തളം കെട്ടി നിൽക്കും, താഴേക്ക് പോവാതെ. ഇതുപോലെ നേരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുതുക് വെച്ചിരുന്നത്. അവിടുത്തെ മുതുകും പിരടിയും സമമായിരുന്നു, ഒരുപോലെ ആയിരുന്നു. സഹോദരങ്ങളെ, നമ്മുടെ റുകൂഅ് ശ്രദ്ധിക്കുക. അസുഖം കൊണ്ട്, പ്രയാസം കൊണ്ട്, നടു എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഒരാൾ ചെയ്യുന്നത് പോലെയല്ല. സാധാരണഗതിയിൽ പലരും റുകൂഇൽ പോവുക ഒന്നല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും, മുഴുവനായിട്ട് മടങ്ങൂല. തെറ്റാണത്, നിസ്കാരം ബാത്തിലായി പോകും. അതല്ലെങ്കിൽ ചില ആളുകൾ കാണാം, തല നന്നായി കീഴ്പോട്ട് വെച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ നിലത്ത് മുട്ടും എന്ന രൂപത്തിലായിരിക്കും. പാടില്ലാത്തതാണ്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഅ് ചെയ്തതുപോലെ നമ്മൾ റുകൂഅ് ചെയ്യണം. അത് പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിൽ ശീലിച്ചാൽ അത് വേഗത്തിൽ എളുപ്പമാകും. കുറച്ച് കഴിഞ്ഞിട്ട് പരീക്ഷിക്കാൻ നിൽക്കരുത്. ചെറിയ പ്രായത്തിൽ നല്ല നടുവിനൊന്ന് പ്രയാസമൊന്നും ഇല്ലാത്ത കാലത്ത് നമ്മളത് ശീലിക്കണം.
മുതുകും പിരടിയും സമമായി വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ രണ്ട് കൈപ്പത്തികൾ കൊണ്ട് അവിടുത്തെ രണ്ട് മുട്ടുകളും പിടിക്കാറുണ്ടായിരുന്നു. എങ്ങനെ പിടിക്കുമായിരുന്നു? ഹദീസിൽ കാണാം, വിരലുകൾ വിടർത്തി വെച്ചുകൊണ്ടാണ് കാൽമുട്ടുകൾ അവിടുന്ന് പിടിക്കാറുണ്ടായിരുന്നത്. എങ്ങനെയായിരിക്കും? കാൽമുട്ടുകൾ ഇങ്ങനെയാണ് പിടിക്കാറുണ്ടായിരുന്നത്. അത് റുക്കൂഇൽ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ റുക്കൂഇൽ നമ്മൾ ഈ രൂപത്തിൽ നിൽക്കുമ്പോൾ ശരീരവുമായി നമ്മുടെ കൈകൾ അകറ്റി വെക്കാൻ ശ്രദ്ധിക്കണം. ചുരുട്ടിങ്ങനെ കൂടി ചേർന്ന് നിൽക്കരുത്. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റുക്കൂഇന്റെ രൂപമാണ്. ആരത് കാണിച്ചു കൊടുക്ക? ഇല്ല, ഇത് നമ്മളായിട്ട് ബന്ധമുള്ള ഇല്ല, ഇത് കൈ പുറത്തേക്ക് പോവില്ല. റുക്കൂ പോകുമ്പോ ഒക്കെ നമ്മൾ ഉള്ളിലായിരിക്കും. ഇങ്ങനെ നിൽക്കണം എന്നല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദു. അല്ലാഹുമ്മ ഫഖിഹ്നാ ഫിദ്ദീൻ. اللهم لا علم لنا إلا ما علمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിനാൽ അല്ലാഹുവിൻ്റെ ദീനിൻ്റെ 5 സ്തംഭങ്ങളിൽ രണ്ടാമത്തെ കാര്യമായ നിസ്കാരവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ പാഠങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഓരോ മുസ്ലിമും ദിനേന ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നിസ്കരിക്കേണ്ടത് എന്ന് ഓരോ ക്ലാസുകൾ പിന്നിടുമ്പോഴും നമുക്ക് കൂടുതൽ കൂടുതൽ ബോധ്യപ്പെടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ രൂപത്തിൽ പഠിക്കുവാനും അതനുസരിച്ച് പ്രാവർത്തികമാക്കുവാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ശുറൂത്തു സ്വലാത്തി വ അർക്കാനുഹ വ വാജിബാത്തുഹ എന്ന കിതാബാണ് നമ്മൾ അവലംബിച്ചു വരുന്നത്. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾക്ക് ശേഷം നിസ്കാരത്തിൻ്റെ റുക്നുകളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. നിസ്കാരത്തിന് 14 റുക്നുകളുണ്ട്. ആ 14 റുക്നുകളിൽ 3 റുക്നുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ് ആ 3 റുക്നുകൾ? ഒന്ന്, തക്ബീറത്തുൽ ഇഹ്റാം അഥവാ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന ആദ്യത്തെ തക്ബീർ, അതാണ് തക്ബീറത്തുൽ ഇഹ്റാം. രണ്ട് അൽ ഖിയാമു മഅൽ ഖുദ്റതി, കഴിവുള്ളവർ നിന്ന് നിസ്കരിക്കൽ. കഴിവുള്ള ആളുകളാണെങ്കിൽ നിൽക്കൽ റുക്നാണ്. നിൽക്കാതിരുന്നാൽ നിസ്കാരം ശരിയാവുകയില്ല. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി പറഞ്ഞിരുന്നു. മൂന്നാമത്തേത് ഖിറാഅത്തു
സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യൽ. ഈ 3 റുക്നുകളും അൽഹംദുലില്ലാഹ് നമ്മൾ മനസ്സിലാക്കി. അതിലവസാനം സൂറത്തുൽ ഫാത്തിഹയുടെ ലഘു വിശദീകരണമാണ് നമ്മൾ പറഞ്ഞത്. ഒരുപാട് വിശദീകരിക്കാനുണ്ട്. എങ്കിലും ചെറിയ രൂപത്തിൽ അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ ആ മഹത്തായ സൂറത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ സഹോദരങ്ങളെ, നമ്മൾ നിസ്കാരത്തിൽ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ ആ പഠിച്ച അർത്ഥവും ആശയവും അതിൻ്റെ പ്രാധാന്യവും ഒക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. മരണം വരെ നമ്മളത് മുറുകെ പിടിക്കേണ്ടതുണ്ട്. അള്ളാഹു സഹായിക്കുമാറാവട്ടെ. 4ാമത്തെ റുക്നാണ് ഇനി നമുക്ക് പറയാനുള്ളത്. അതിനു മുന്നേ സൂറത്തുൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കട്ടെ. നമുക്കറിയാം, സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തു കഴിഞ്ഞാൽ വലദ്ദാല്ലീൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആമീൻ എന്ന് പറയാറുണ്ട്. ആമീൻ എന്ന് പറയണം. എന്താണ് ആമീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? പണ്ഡിതന്മാർ പറഞ്ഞു, അല്ലാഹുമ്മസ്തജിബ്. ആമീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അല്ലാഹുമ്മസ്തജിബ്, അല്ലാഹുവേ ഉത്തരം നൽകണേ എന്നാണ്. കാരണം സൂറത്തുൽ ഫാത്തിഹയിൽ അവസാന ഭാഗത്ത് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ് ചെയ്തത്. ആ പ്രാർത്ഥനക്ക് അല്ലാഹുവേ നീ ഉത്തരം നൽകണേ എന്നാണ് ആമീൻ എന്ന് പറയൽ കൊണ്ടുള്ള വിവക്ഷ. അപ്പോൾ ആമീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അല്ലാഹുവേ നീ ഉത്തരം നൽകണേ, അല്ലാഹുമ്മസ്തജിബ് എന്നാണ് അർത്ഥം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഇദാ ഖാല അൽ ഇമാമു, ഒരു ഇമാം ഇപ്രകാരം പറഞ്ഞു, പാരായണം ചെയ്തു, അഥവാ സൂറത്തുൽ ഫാത്തിഹ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പറഞ്ഞ് പാരായണം ചെയ്ത് അവസാനിപ്പിച്ചു എങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക? ഇമാം ആമീൻ പറയുമ്പോൾ ഫഖൂലു ആമീൻ, നിങ്ങളും ആമീൻ പറയുക. ഫഇന്നഹു മൻ വാഫഖ ഖൗലുഹു ഖൗലൽ മലായികതി ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. തീർച്ചയായും ആരുടെ ആമീനാണോ മലക്കുകളുടെ ആമീനുമായി യോജിച്ചു വരുന്നത് അവന്റെ മുൻകഴിഞ്ഞ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടും. സഹോദരങ്ങളെ, ഈ മഹത്തായ ശ്രേഷ്ഠത നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഇമാം ആമീൻ പറഞ്ഞാലാണ് നമ്മൾ ആമീൻ പറയേണ്ടത്. നമ്മുടെ എല്ലാവരുടെയും ആമീനും കൂടെ ഉണ്ടാകുന്ന മലക്കുകളുടെ ആമീനും ചേർന്നു വന്നാൽ അല്ലാഹു തആല നമ്മുടെ പാപങ്ങൾ പൊറുത്തു നൽകും എന്നുള്ളതാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ഹദീസ് പറയുന്നതിനിടയിൽ നിസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നതിൻ്റെ ശ്രേഷ്ഠത ഇതിലുണ്ട്. എന്താണ്? നിസ്കാരത്തിൽ ഇമാമിന്റെ കൂടെ നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ ശ്രേഷ്ഠത ലഭിക്കും. ഇമാം ആമീൻ പറയുമ്പോൾ കൂടെ ആമീൻ പറഞ്ഞാൽ, മലക്കുകളുടെ ആമീനുമായി അത് യോജിച്ചു വന്നാൽ എത്ര വലിയ ശ്രേഷ്ഠതയാണ്! അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പുറത്തു നൽകും, ചെറുപാപങ്ങൾ അല്ലാഹു പുറത്തു നൽകും എന്നുള്ളതാണ്. ഇപ്പൊ നോക്കൂ സഹോദരങ്ങളെ, ജമാഅത്ത് നിസ്കാരം ഒരാൾ ഉപേക്ഷിച്ചാൽ അയാൾക്ക് ഈ ശ്രേഷ്ഠതകൾ നഷ്ടപ്പെടുകയാണ്. എത്ര തവണ ഒരു ദിവസം ഇതുപോലെ ഇമാമിന്റെ കൂടെ ആമീൻ പറഞ്ഞ് മലക്കുകളുടെ ആമീനുമായി നമുക്ക് യോജിപ്പിക്കാൻ സാധിക്കും? ഒരു ദിവസം 6 തവണ സാധിക്കും. എപ്പോഴൊക്കെയാണ്? ഫജ്റിൽ 2 റക്അത്തിലും ഇമാം ഉറക്കെ പാരായണം ചെയ്യും, ആമീൻ പറയും. അതുപോലെ മഗ്രിബിൽ, അതുപോലെ ഇശായിൽ
ഒരു ദിവസം 6 തവണ ഈ ശ്രേഷ്ഠത കൃത്യമായി ജമാഅത്ത് നിർവഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അത് സഹോദരങ്ങളെ വലിയ ശ്രേഷ്ഠതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ആമീൻ എന്ന് പറയൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. ഈ ശ്രേഷ്ഠത നമ്മൾ പാഴാക്കാതിരിക്കുക. അതുപോലെ ആമീൻ പറയേണ്ട രൂപമുണ്ട്. സാധാരണ നമ്മുടെ നാടുകളിൽ ആമീൻ ആളുകൾ പല രൂപത്തിലാണ് പറയാറുള്ളത്. പണ്ഡിതന്മാർ പറഞ്ഞു 2 രൂപമാണ് അതിനുള്ളത്. ഒന്നല്ലെങ്കിൽ അലിഫ് നീട്ടിക്കൊണ്ട് ആമീൻ എന്ന് പറയാം. അതല്ലെങ്കിൽ അലിഫിന്റെ നീളം കുറച്ചുകൊണ്ട് ആമീൻ എന്ന് പറയാം. ഈ രണ്ടാലൊരു രൂപത്തിൽ ആമീൻ പറയാവുന്നതാണ്. എന്നാൽ ചില ആളുകൾ പറയാറുള്ളത് ആമീൻ എന്ന് പറയും. മീമിന് ശബ്ദ കൊടുത്തുകൊണ്ട് ആമീൻ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അത് അറബി ഭാഷ നിയമപ്രകാരം തെറ്റാണത്. ആമീൻ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലാഹു മുസ്തജിബ് എന്നാണ് അർത്ഥം. എന്നാൽ ആമീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മാറി. മീമിന് ശബ്ദ കൊടുത്തുകൊണ്ട് ഉച്ചരിച്ചാൽ അതിന്റെ അർത്ഥം ഖസദ, ഉദ്ദേശിച്ചു, ലക്ഷ്യം വെച്ചു എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഇദയിൽ അല്ലാഹു തആല പറഞ്ഞതായി കാണാം, വലാ ആമീനൽ ബൈത്തുൽ ഹറാം. ബൈത്തുൽ ഹറാം ലക്ഷ്യം വെക്കുക എന്ന അർത്ഥത്തിൽ. അൽ ഖസ്ദ് അതല്ലെങ്കിൽ ഖസദ എന്ന അർത്ഥമാണ് ആമീൻ എന്ന് പറയുമ്പോൾ അതിന് വെക്കപ്പെടുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക. മുന്നേ സൂചിപ്പിച്ചതുപോലെ അറബി ഭാഷയിൽ ചെറിയ ഒരു വ്യത്യാസം മതി വലിയ അർത്ഥവ്യത്യാസമുണ്ടാകും. അറബി ഭാഷ, അറബിയിലെ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ഫത്ഹും കെസ്റും ആ രൂപത്തിൽ ഹറക്കത്ത് മാറിയാൽ തന്നെ വലിയ അർത്ഥവ്യത്യാസമുണ്ടാകും. മുന്നേ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ആലിമും ആലമും ഹറക്കത്തില്ലാതെ ഈ വാക്ക് എഴുതിയാൽ 2 രൂപത്തിലും വായിക്കാം. ആലിം എന്നും വായിക്കാം, ആലം എന്നും വായിക്കാം. എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? രാപ്പകലുകളുടെ വ്യത്യാസമുണ്ട്. ആലിം എന്ന് പറഞ്ഞാൽ അറിവുള്ള ആൾ, പണ്ഡിതൻ എന്നാണ് അർത്ഥം. ആലമുൻ എന്ന് പറഞ്ഞാലോ ലോകം എന്നാണ് അർത്ഥം. ഒരു ബന്ധവുമില്ലാത്ത 2 അർത്ഥം കിട്ടും, ഒരു ഫത്ഹും കെസ്റും ഒന്ന് മാറിയാൽ. എന്നതുപോലെ നിങ്ങൾ നോക്കൂ, ആമീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുമ്മ സ്തജിബ്, അല്ലാഹുവേ ഉത്തരം നൽകണേ എന്നാണ് അർത്ഥമെങ്കിൽ ആമീൻ എന്ന് പറയുമ്പോൾ ലക്ഷ്യം വെക്കുക, ഉദ്ദേശിക്കുക എന്നൊക്കെയാണ് അർത്ഥമുണ്ടാവുക. അപ്പൊ നമ്മൾ ആ പറഞ്ഞ വാക്ക് ഒരു പാഴ്വാക്കായി പോകും. അറിഞ്ഞുകൊണ്ട് ഇതുപോലെ നിസ്കാരത്തിൽ തെറ്റിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിസ്കാരത്തെ തന്നെ അത് ബാധിക്കാൻ കാരണമാകും. കാരണം നിസ്കാരത്തിൽ പുറമെ നിന്നുള്ള ഒരു വാക്കും അനുവദനീയമല്ല. മനഃപൂർവ്വം അത്തരം വാക്കുകൾ പ്രയോഗിച്ചാൽ ഒരാളുടെ നിസ്കാരം ബാത്തിലായി പോകും. ആമീൻ എന്ന് പറയേണ്ടടുത്ത് ഒരാൾ ആമീൻ എന്ന് മനഃപൂർവ്വമാണ് പറയുന്നത് എങ്കിൽ അയാളുടെ നിസ്കാരം ബാത്തിലായി പോകാൻ അത് കാരണമാകും. കാരണം നിസ്കാരത്തിന് പുറത്തുള്ള വാക്കുകളാണത്. അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറഞ്ഞ് ആമീൻ എന്ന് പറയാൻ നമ്മൾ ശ്രദ്ധിക്കുക. 2 രൂപത്തിൽ പറയാം. ഒന്നല്ലെങ്കിൽ അലിഫ് നീട്ടിക്കൊണ്ട് ആമീൻ, അതല്ലെങ്കിലോ ആമീൻ. ഈ 2 രൂപത്തിൽ പറയാം. അതല്ലാതെ നമ്മൾ തെറ്റിച്ച് പറയരുത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അതിനുശേഷം പരിശുദ്ധ ഖുർആനിൽ നിന്നും
സൂറത്ത് പാരായണം ചെയ്യണം. ഒന്നല്ലെങ്കിൽ സൂറത്തിൽ നിന്ന് ആയത്തുകൾ പാരായണം ചെയ്യുക, അതല്ലെങ്കിൽ നമുക്ക് മനഃപ്പാടമുള്ള സൂറത്ത് പാരായണം ചെയ്യുക. പണ്ഡിതന്മാർ പറഞ്ഞു, ഈ വിഷയത്തിൽ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതണം എന്ന വിഷയത്തിൽ. അത് ഉറക്കെയുള്ള നിസ്കാരത്തിൽ ഉറക്കെയും പതുക്കെയുള്ള നിസ്കാരത്തിൽ പതുക്കെയും ഓതണം എന്നുള്ളതാണ്. അഥവാ ആദ്യത്തെ 2 റക്അത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം പരിശുദ്ധ ഖുർആനിൽ നിന്നും സൂറത്ത് ഓതാറുണ്ടായിരുന്നു, അതല്ലെങ്കിൽ സൂറത്തിലെ ആയത്തുകൾ ഓതാറുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളും ആ സുന്നത്ത്, ആ ഒരു ചര്യ പിൻപറ്റുക എന്നുള്ളതാണ്. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിസ്കാരത്തിൽ തക്ബീർ ചൊല്ലി പ്രാരംഭ പ്രാർത്ഥന ചൊല്ലി സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തു, എന്നിട്ട് ഖുർആനിൽ നിന്ന് സൂറത്ത് അതല്ലെങ്കിൽ ആയത്തുകൾ പാരായണം ചെയ്ത് അതിനുശേഷം പിന്നീട് നമുക്ക് 4ാമത്തെ റുക്കിനാണ് ഇനി പറയാനുള്ളത്. എന്താണ് 4ാമത്തെ റുക്കിൻ? അർ റുകൂഅ. ഈ റുകൂഇനും ഖിറാഅത്തിനും ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സക്ത, ഒരു നൃത്തം അവിടുന്ന് നിർത്താറുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ സൂറത്ത് പൂർത്തീകരിച്ച് അതിനോടൊപ്പം ചേർത്ത് റുകൂഇൽ പോവാറില്ലായിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തു എന്ന് വിചാരിക്കാം. അവസാനത്തെ ആയത്ത് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹു അക്ബർ, അങ്ങനെ പോവാൻ പാടില്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്? ഈ സൂറത്ത് തന്നെ ഉദാഹരണം എടുത്താൽ, വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹു അക്ബർ. ഒരു ചെറിയ ഒരു നൃത്തം, ഒരു സക്ത എന്നാണ് അതിന് പറയുക. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ പെട്ട കാര്യമാണ്. ഇത് സഹോദരങ്ങളെ, നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ നിസ്കാരത്തിൽ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നിസ്കരിച്ചോ അങ്ങനെ നമ്മൾ നിസ്കരിക്കണം. നമുക്ക് എളുപ്പമുള്ള രൂപത്തിലോ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് അബദ്ധം വരുത്തുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഇതൊക്കെ പൂർത്തീകരിച്ച് ശ്രദ്ധിച്ച് നിസ്കരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ഇത്തിബാ. അപ്പോഴാണ് നമ്മുടെ ഇബാദത്തുകൾക്ക് ഭംഗി ഉണ്ടാവുക. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. എത്ര മസ്അലകൾ ആ ഭാഗത്ത് പറഞ്ഞു? ഒന്ന്, ആമീൻ എന്ന് പറയണം, അതിൽ അക്ഷരത്തെറ്റ് വരാതെ ശ്രദ്ധിക്കണം. രണ്ടാമത്തേത്, ഖുർആനിൽ നിന്ന് പാരായണം ചെയ്യണം. മൂന്നാമത്തേത്, ഒരു സക്ത, ഒരു ചെറിയ ഒരു ഇടവേള, ഒരു നൃത്തം അതിനിടയിൽ വേണം എന്നുള്ളതാണ്. ഇതാണ് സഹോദരങ്ങളെ ആ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ. ഇനി നമുക്ക് 4ാമത്തെ റുക്നിലേക്ക് കടക്കാം. 4ാമത്തെ റുക്ൻ അർ റുകൂഉ. അർ റുകൂഉ, റുകൂഉ എന്ന് പറഞ്ഞാൽ ഹുവൽ ഇൻഹിനാ, കുനിയുക എന്ന അർത്ഥത്തിലാണ് റുകൂഉ എന്ന് പറയുക. അർ റുകൂഉ എന്നത് നിസ്കാരത്തിന്റെ റുക്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും റുകൂഉ എടുത്തു പറഞ്ഞതായി കാണാം. അല്ലാഹു പറഞ്ഞു, ഇർകഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും, നിങ്ങൾ റുകൂഉ ചെയ്യുക, സുജൂദ് ചെയ്യുക, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. റുകൂഉ എന്നത് ആരാധനയിൽപ്പെട്ടതാണ്. നിസ്കാരത്തിൽ അത് റുക്നാണ്. നിസ്കാരത്തിൽ ഈ പറഞ്ഞ ഇബാദത്ത് റുക്ൻ അർ റുകൂഉ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അവിടുന്ന് ഒരിക്കൽ മോശമായി നിസ്കരിച്ച ഒരാളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അവിടുന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുമ്മ ഇർകഅ ഹത്താ തത്മഇന്ന റാകിഅൻ. നിസ്കാരം ഓരോന്നായി അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതിനിടയിൽ റുകൂഉ ചെയ്യാൻ കൽപ്പിക്കുകയാണ്. നീ
റുക്കൂ ചെയ്യുക. എങ്ങനെ റുക്കൂ ചെയ്യണം? റുക്കൂയിൽ നീ അടങ്ങി താമസിക്കുന്നത് വരെ, റുക്കൂയിൽ നീ അവിടെ നിൽക്കണം, നിനക്കൊരു അടക്കം വരണം, അതുവരെ. അഥവാ റുക്കൂ അടക്കത്തിലും ഒതുക്കത്തിലും ചെയ്യണം എന്ന് ചുരുക്കം. നേരെ പോവാ ഡും എന്ന് പറഞ്ഞ് തിരിച്ചു വരിക, ആ പരിപാടി പറ്റൂല. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കൂയിലേക്ക് പോകുമ്പോൾ പോയി അവിടെ നിൽക്കണം. അതിന്റെ രൂപം ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. റുക്കൂയിലേക്ക് പോവേണ്ടത് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക. എങ്ങനെയാണ് റുക്കൂയിലേക്ക് പോവേണ്ടത്? ഇപ്പൊ നേരത്തെ പറഞ്ഞ ആ അവസ്ഥയിലാണ് നമ്മൾ ഉള്ളത്. സൂറത്ത് അൽ ഫാത്തിഹ പാരായണം ചെയ്ത്, എന്നിട്ട് സൂറത്ത് ഖുർആനിൽ നിന്ന് വല്ലതും പാരായണം ചെയ്ത്, ആ സന്ദർഭത്തിൽ നമ്മൾ നേരെയാണുള്ളത്. ഈ നേരെയുള്ള അവസ്ഥയിൽ നിന്നും നമ്മൾ എന്തു വേണം? കൈകെട്ടി ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാവുക. കൈ ഉയർത്തിക്കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് റുക്കൂയിലേക്ക് പോവേണ്ടത്. ആ റുക്കൂയിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പോവേണ്ടത്? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കുനിയണം. അതാണ് റുക്കൂ എന്ന് പറഞ്ഞാൽ. ആ അവസരത്തിൽ കൈ ഉയർത്തലുണ്ട്. നേരെ കൈ ഇളക്കി അങ്ങനെ തന്നെ റുക്കൂയിലേക്ക് പോവലല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ കൈകൾ ഉയർത്തിയ 4 സന്ദർഭങ്ങൾ പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. നിസ്കാരത്തിൽ കൈകൾ ഉയർത്തിയ സന്ദർഭങ്ങൾ. ഒന്നാമത്തേത് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ അവസരത്തിലാണ്. നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു, അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ കൈ ഉയർത്തും. രണ്ടാമത്തൊരു സന്ദർഭം റുക്കൂയിലേക്ക് പോകുമ്പോഴാണ്. മൂന്നാമത്തൊരു സന്ദർഭം റുക്കൂയിൽ നിന്ന് ഉയരുമ്പോഴാണ്. നാലാമത്തൊരു സന്ദർഭം ആദ്യത്തെ തശഹൂദിന് ശേഷം മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ. അഥവാ ളുഹറിൽ അതുണ്ട്, അസ്റിൽ അതുണ്ട്, മഗ്രിബിലുണ്ട്, ഇശായിലുണ്ട്. ആദ്യത്തെ തശഹൂദ് 2 റക്അത്ത് പൂർത്തിയാക്കി തശഹൂദിനിരുന്ന് മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടും. ഇങ്ങനെ 4 സന്ദർഭങ്ങളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തിയിരുന്നത്. റുക്കൂഇലും സഹോദരങ്ങളെ നമ്മൾ അതിലേക്ക് പോകുമ്പോൾ കൈ ഉയർത്തിക്കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് പോവാൻ ശ്രദ്ധിക്കണം. റുക്കൂഇൽ പ്രവർത്തനവുമുണ്ട്, വാക്കുകളുമുണ്ട്. നേരത്തെ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാമിലൊക്കെ ചെയ്തതുപോലെ തന്നെ അവിടെ ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. റുക്കൂഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നത് അവിടുന്ന് പഠിപ്പിച്ച ഹദീസിൽ കാണാം, ഫഅമ്മ റുക്കൂഉ ഫഅദ്ദിമു ഫീഹി റബ്ബ അസ്സ വജല്ല. റുക്കൂഉ ആ സന്ദർഭത്തിൽ അള്ളാഹുവിനെ നിങ്ങൾ മഹത്വപ്പെടുത്തുക, അവന് തസ്ബീഹ് ചെയ്യുക, അവനെ പുകഴ്ത്തുന്ന വാചകങ്ങൾ ഉരുവിടുക എന്നതാണ്. അഥവാ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ദിക്റുണ്ട്, സുബ്ഹാന റബ്ബിയൽ അദീം. സുബ്ഹാന റബ്ബിയൽ അദീം, അതിമഹത്വമുള്ളവനായ എൻ്റെ റബ്ബിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. റുക്കൂഇൽ ഇതാണ് പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇതല്ലാത്ത വേറെയും ദിക്റുകളുണ്ട്. നമ്മൾ മുന്നേ പ്രാരംഭ പ്രാർത്ഥനകൾ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കൂഇലും സുജൂദിലും ചൊല്ലാറുണ്ടായിരുന്ന പല പ്രാർത്ഥനകളും ഹദീസിൽ കാണാം. അതിൽപ്പെട്ടതാണ് സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മഗ്ഫിർലി. സുബ്ഹാനക അല്ലാഹുമ്മ, അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. റബ്ബനാ വബിഹംദിക, ഞങ്ങളുടെ റബ്ബേ നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു നൽകണേ. അതുപോലെ തന്നെ സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്. സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ, പരിശുദ്ധിയുടെ വാക്കാണത്. മലക്കുകളുടെ ജിബ്രീലിന്റെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പരിശുദ്ധനാണ്, എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനാണ്.
ഇങ്ങനെയുള്ള സ്തുതി വാക്കുകളാണ് സഹോദരങ്ങളെ റുക്കൂഇൽ നമ്മൾ കൂടുതൽ ചൊല്ലേണ്ടത്. എത്ര തവണ ചൊല്ലണം? പണ്ഡിതന്മാർ പറഞ്ഞു ഏറ്റവും ചുരുങ്ങിയത് 1 ഒരു തവണയെങ്കിലും നമ്മൾ ചൊല്ലണം. ഏറ്റവും ചുരുങ്ങിയ പരിപൂർണത എന്നത് 3 1 മുതൽ 3 വരെ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം കണ്ടുപഠിച്ച സ്വഹാബികളിൽ ചിലർ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ 3-ലധികം ദിക്റുകൾ ചൊല്ലിയതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പണ്ഡിതന്മാർ പറഞ്ഞു 10 വരെ ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ട് എന്നതാണ്. അഥവാ ഈ പറഞ്ഞതുപോലെ സുബ്ഹാന റബ്ബിയൽ അദീം അത് 3 തവണ, അതല്ലെങ്കിൽ സുബ്ഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ്, ഇങ്ങനെയുള്ള ദിക്റുകളൊക്കെ അവിടെ കുറെ സമയം സുദീർഘമായി റുക്കൂഇൽ നിന്നുകൊണ്ട് ചൊല്ലുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതായിരുന്നു. ആ അർത്ഥത്തിൽ ഏറ്റവും പരിപൂർണത, ഏറ്റവും ഉയർന്ന പരിപൂർണത എന്നത് ഒരാൾക്ക് 10 വരെ ചൊല്ലാവുന്നതാണ് എന്നാണ്. പണ്ഡിതന്മാർക്കിടയിൽ ഇത് സുന്നത്താണോ വാജിബാണോ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വാജിബാണ് എന്നതാണ് പ്രബലമായ അഭിപ്രായം. ഇത് ചൊല്ലണം, നിർബന്ധമായി ഒരാൾ റുക്കൂഇൽ അവിടെ പഠിപ്പിക്കപ്പെട്ട ദിക്റുകൾ ചൊല്ലിയിരിക്കണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, റുക്കൂഇൽ ഖൗലിയായ അഥവാ പറയാനുള്ള കാര്യങ്ങൾ ഇതാണ്. ഈ പറഞ്ഞ ദിക്റുകൾ നമ്മൾ മുന്നേ സൂചിപ്പിച്ചതുപോലെ മരിക്കുന്നത് പോലെ സുബ്ഹാന റബ്ബിയൽ അദീം എന്നതിൽ നമ്മൾ ഒരിക്കലും ഒതുക്കരുത്. അതല്ലാത്ത ദിക്റുകൾ നമ്മൾ പഠിക്കണം. ഇവിടെ പറഞ്ഞില്ലേ സുബ്ഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ്, ചെറിയ ദിക്റാണ്, എന്നാൽ അതിലൊക്കെ വലിയ ആശയങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിനെ പുകഴ്ത്തുന്ന, അവനെ മഹത്വപ്പെടുത്തുന്ന വാക്കുകളാണ് അതെല്ലാം. അത്തരം ദിക്റുകൾ നമ്മൾ പഠിക്കണം, കാണാതെ പഠിച്ച് അത് നമ്മൾ ചൊല്ലണം. അപ്പോഴാണ് നമ്മുടെ റുക്കൂഇലൊക്കെ നമുക്ക് ആത്മാർത്ഥത ഉണ്ടാവുക. അപ്പോഴാണ് ചെയ്യുന്ന ഇബാദത്തുകൾ കൂടുതൽ നമ്മുടെ മനസ്സിന് സ്വാധീനമുണ്ടാക്കുക. വേറെയും ദിക്റുകൾ കാണാം, സുബ്ഹാനദിൽ ജബറൂതി വൽ മലകൂതി വൽ കിബ്രിയാഇ വൽ അളമതി, ഒക്കെ അല്ലാഹുവിനെ പുകഴ്ത്തുന്ന വാക്കുകളാണ്. എല്ലാത്തിൻ്റെയും ആധിപത്യമുള്ള, സർവാധികാരമുള്ള, പ്രൗഢിയുള്ള, അതിമഹത്വമുള്ള അള്ളാഹു പരിശുദ്ധനാകുന്നു, അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു എന്നൊക്കെയുള്ള അർത്ഥത്തിലുള്ള വാക്കുകളാണ്. ഇതൊക്കെ സഹോദരങ്ങളെ ഹദീസിൽ സ്ഥിരപ്പെട്ട ഇങ്ങനെയുള്ള ദിക്റുകൾ നമ്മൾ പഠിച്ച് അതൊക്കെ നമ്മൾ ചൊല്ലണം. നമ്മുടെ ഫർദിലും സുന്നത്തിലും ഒക്കെ നിസ്കാരങ്ങളിൽ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ നമ്മൾ ചൊല്ലാൻ പരിശ്രമിക്കണം എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. രണ്ടാമത്തെ രൂപം, നിസ്കാരത്തിൽ റുക്കൂഇൽ പ്രവർത്തിക്കേണ്ടതാണ്. നമ്മൾ അവിടെ പറയേണ്ടതാണ് പറഞ്ഞത്. പ്രവർത്തിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ആദ്യത്തത് എന്താണ്? റുക്കൂഇൽ അടങ്ങി താമസിക്കണം, തുമഅനീനത്ത് വേണം, അടക്കം വേണം. ഏറ്റവും കുറഞ്ഞ അടക്കം ഏതാണ്? റുക്കൂഇൽ എത്തിയിട്ട് സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് പറയാനുള്ള ഒരു സാവകാശെങ്കിലും അവിടെ കൊടുക്കണം. അതല്ലാതെ എന്താക്കരുത്, അല്ലാഹു അക്ബർ ഇങ്ങനെ പോകരുത്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിസ്കാരം ഒരിക്കലും നമ്മൾ ഒരു തമാശ രൂപത്തിൽ നിസ്കരിക്കരുത്, വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. നിസ്കാരം എന്നത് നമ്മൾ അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് അള്ളാഹുവിനോട് നമ്മൾ സംസാരിക്കുന്നതാണ്, അള്ളാഹുവുമായുള്ള മുനാജാത്താണ്, രഹസ്യ സംഭാഷണമാണ്. എത്ര തിരക്കുണ്ടെങ്കിലും ആ തിരക്കുകളൊക്കെ മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കണം. നിസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എന്നത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റുക്കൂഅ് എങ്ങനെയായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കൂഇലേക്ക് പോകുമെന്ന് പറഞ്ഞു. അഥവാ റുക്കൂഅ് എന്ന് പറഞ്ഞാൽ കുനിയലാണ്. എന്താണ് അവിടുത്തെ റുക്കൂഇന്റെ അവസ്ഥ? വാബിസഹ് ഇബ്നു മഅബദ് റളിയല്ലാഹു അൻഹു എന്ന സഹാബി പറഞ്ഞതായി കാണാം, റഅയ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നു. ഫകാന ഇദാ റകഅ
സവ്വാ ബഹ്റഹു ഹത്താ ലൗ സുബ്ബ അലൈഹിൽ മാഉ ലസ്തഖറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ റുകൂഇൽ പോയാൽ സവ്വാ ബഹ്റഹു, അവിടുത്തെ മുതുക് നേരെയാക്കുമായിരുന്നു. മുതുക് നേരെ എത്രത്തോളം, അതിന്റെ രൂപം അദ്ദേഹം പറയുകയാണ്. എന്താണ്? അവിടുത്തെ മുതുകത്ത് വെള്ളം ഒഴിച്ചാൽ ആ വെള്ളം അവിടെ തന്നെ തളം കെട്ടി നിൽക്കും, താഴേക്ക് പോവാതെ. ഇതുപോലെ നേരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുതുക് വെച്ചിരുന്നത്. അവിടുത്തെ മുതുകും പിരടിയും സമമായിരുന്നു, ഒരുപോലെ ആയിരുന്നു. സഹോദരങ്ങളെ, നമ്മുടെ റുകൂഅ് ശ്രദ്ധിക്കുക. അസുഖം കൊണ്ട്, പ്രയാസം കൊണ്ട്, നടു എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഒരാൾ ചെയ്യുന്നത് പോലെയല്ല. സാധാരണഗതിയിൽ പലരും റുകൂഇൽ പോവുക ഒന്നല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും, മുഴുവനായിട്ട് മടങ്ങൂല. തെറ്റാണത്, നിസ്കാരം ബാത്തിലായി പോകും. അതല്ലെങ്കിൽ ചില ആളുകൾ കാണാം, തല നന്നായി കീഴ്പോട്ട് വെച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ നിലത്ത് മുട്ടും എന്ന രൂപത്തിലായിരിക്കും. പാടില്ലാത്തതാണ്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഅ് ചെയ്തതുപോലെ നമ്മൾ റുകൂഅ് ചെയ്യണം. അത് പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിൽ ശീലിച്ചാൽ അത് വേഗത്തിൽ എളുപ്പമാകും. കുറച്ച് കഴിഞ്ഞിട്ട് പരീക്ഷിക്കാൻ നിൽക്കരുത്. ചെറിയ പ്രായത്തിൽ നല്ല നടുവിനൊന്ന് പ്രയാസമൊന്നും ഇല്ലാത്ത കാലത്ത് നമ്മളത് ശീലിക്കണം. മുതുകും പിരടിയും സമമായി വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ രണ്ട് കൈപ്പത്തികൾ കൊണ്ട് അവിടുത്തെ രണ്ട് മുട്ടുകളും പിടിക്കാറുണ്ടായിരുന്നു. എങ്ങനെ പിടിക്കുമായിരുന്നു? ഹദീസിൽ കാണാം, വിരലുകൾ വിടർത്തി വെച്ചുകൊണ്ടാണ് കാൽമുട്ടുകൾ അവിടുന്ന് പിടിക്കാറുണ്ടായിരുന്നത്. എങ്ങനെയായിരിക്കും? കാൽമുട്ടുകൾ ഇങ്ങനെയാണ് പിടിക്കാറുണ്ടായിരുന്നത്. അത് റുകൂഇൽ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ റുകൂഇൽ നമ്മൾ ഈ രൂപത്തിൽ നിൽക്കുമ്പോൾ ശരീരവുമായി നമ്മുടെ കൈകൾ അകറ്റി വെക്കാൻ ശ്രദ്ധിക്കണം. ചുരുട്ടി ഇങ്ങനെ കൂടി ചേർന്ന് നിൽക്കരുത്. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റുകൂഇന്റെ രൂപമാണ്. ആരത് കാണിച്ചു കൊടുക്ക? ഇല്ല, ഇത് നമ്മളായിട്ട് ബന്ധമുള്ള ഇല്ല, ഇത് കൈ പുറത്തേക്ക് പോവില്ല. റുക്കൂ പോകുമ്പോൾ ഒക്കെ നമ്മൾ ഉള്ളിലായിരിക്കും. ഇങ്ങനെ നിൽക്കണം എന്നല്ല പറഞ്ഞത്, ആ നിൽക്കുന്ന സമയത്ത് വിടർത്തി വെക്കണം എന്നതാണ്. ആരാ കാണിച്ചു കൊടുക്ക? ചെറിയ കുട്ടികളാരെങ്കിലും ഒരു മോനെ തന്നെ അവിടുത്തെ വിരലുകൾ, കാൽമുട്ടുകൾ അതുപോലെ തന്നെ അവിടുത്തെ കൈപ്പത്തികൾ കൊണ്ട് കാൽമുട്ടുകളിൽ പിടിക്കുമായിരുന്നു. വിരലുകൾ വിടർത്തി വെക്കാറായിരുന്നു അവിടുത്തെ രൂപം. അതുപോലെ തന്നെ രണ്ട് കൈകളും ശരീരത്തോട് ചേർത്ത് വെക്കാതെ അകറ്റി വെക്കുമായിരുന്നു. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റുകൂഇന്റെ രൂപമാണ്. അതുപോലെ ചില ഹദീസുകളിൽ കാണാം, അവിടുന്ന് റുകൂഅ് ദീർഘിപ്പിക്കാറുണ്ടായിരുന്നു. വേഗത്തിൽ, തിടുക്കത്തിൽ റുകൂഅ് പൂർത്തീകരിക്കാറില്ലായിരുന്നു എന്നു കാണാം. അത് സഹോദരങ്ങളെ, നമ്മൾ ഇമാമത്ത് നിൽക്കുന്നവരാണെങ്കിൽ, അതല്ലെങ്കിൽ നമ്മൾ സുന്നത്ത് നിസ്കരിക്കുമ്പോഴൊക്കെ ആ സുന്നത്ത് പാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ഒറ്റക്ക് സുന്നത്തായി നിസ്കരിക്കുമ്പോൾ നമുക്ക് എല്ലാവിധ സുന്നത്തായ കാര്യങ്ങളും ഈ പറഞ്ഞ ദിക്റുകളും ദുആകളും ഒക്കെ പരിപൂർണമായി ചെയ്യാൻ സാധിക്കും. പക്ഷെ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ തീർക്കുക നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരമാണ്. യഥാർത്ഥത്തിൽ ആ നിസ്കാരത്തിലാണ് നമുക്ക് എല്ലാ സുന്നത്തും കൊണ്ടുവരാൻ സാധിക്കുക. കാരണം നമ്മൾ ഒറ്റക്കാണ്. ഇമാമിന്റെ കൂടെ ജമാഅത്തായി നിർവഹിക്കുമ്പോൾ ഇമാം നിസ്കരിക്കുന്ന പോലെ നമ്മൾ നിസ്കരിക്കണം. ഒരുപാട് സമയം കിട്ടുകയില്ല. ഇമാമ് വേഗത്തിൽ റുകൂഇൽ നിന്ന് ഉയർന്നാൽ നമ്മളെ വക പിന്നെ അവിടെ ചൊല്ലാൻ നിൽക്കരുത്, ഇമാമിനെ പിന്തുടരണം. രണ്ടേ ആയിട്ടുള്ളൂ, മൂന്നാമത്തത് കൂടി കാത്തു നിൽക്കട്ടെ എന്ന് പറയരുത്. നമ്മൾ എത്രയാണോ ചൊല്ലുന്നത് അത് മതി. ഇമാമിന്റെ കൂടെ ഇമാമ് ചെയ്യുന്നത് പോലെ ചെയ്യണം എന്നുള്ളതാണ്.
അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പ്രത്യേകം സാധിക്കും. റുക്കൂഇന്റെ ദൈർഘ്യം കൂട്ടുക എന്നതൊക്കെ. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ റുക്കൂഇൽ ഉണ്ടാവാൻ സഹോദരങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. റുക്കൂഅ് എന്നത് നേരത്തെ പറഞ്ഞതുപോലെ നിസ്കാരത്തിന്റെ റുക്നാണ്. നിസ്കാരത്തിന്റെ റുക്നിൽ അപാകത സംഭവിച്ചാൽ നമ്മുടെ നിസ്കാരം ബാത്തിലായി പോകും, നിസ്കാരം ഫസാദായി പോകും. അതുകൊണ്ട് നമ്മൾ നന്നായി പഠിക്കണം. ആ റുക്കൂഅ് നമ്മൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആവർത്തിച്ച് എന്നോടെന്നതുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് നാലാമത്തെ റുക്ൻ. അഞ്ചാമത്തെ റുക്ൻ ഷെയ്ഖ് പറഞ്ഞു വറഫഉ മിൻഹു. വറഫഉ മിൻഹു എന്ന് പറഞ്ഞാൽ റുക്കൂഇൽ നിന്ന് ഉയരൽ, അഥവാ അൽ ഇഅ്തിദാൽ എന്ന് നമ്മൾ പൊതുവെ പറയും. വറഫഉ മിൻഹു എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, റുക്കൂഅ് ചെയ്തതിന് ശേഷം റുക്കൂഇൽ നിന്ന് ഉയർന്ന് നേരെ നിൽക്കണം. ഒരാൾ റുക്കൂഇൽ നിന്ന് നേരെ സുജൂദിലേക്ക് പോയി എന്ന് വിചാരിക്കുക, അയാളുടെ നിസ്കാരം ബാത്തിലായി പോകും. കാരണം റുക്കൂഇൽ നിന്ന് ഉയരുക എന്നത്, ഇഅ്തിദാൽ എന്നത് നിസ്കാരത്തിന്റെ റുക്നാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ റുക്കൂഇൽ നിന്ന് നേരെ സുജൂദിലേക്ക് വീണാൽ അയാളുടെ നിസ്കാരം ബാത്തിലായി പോകും. അതേപോലെ തന്നെയാണ് ഒരാൾ റുക്കൂഇൽ നിന്ന് പരിപൂർണമായി നേരെ നിൽക്കാതെ ഒന്ന് പൊന്തി എന്നിട്ട് ഒരൊറ്റ പോക്ക് സുജൂദിലേക്ക്, അയാളുടെ നിസ്കാരം ബാത്തിലാവും. ഇതൊക്കെ നിസ്കാരത്തിൽ സംഭവിക്കുന്ന അബദ്ധങ്ങളാണ്. അൽ ഇഅ്തിദാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഇഅ്തദല എന്ന് പറഞ്ഞാൽ നേരെ ആയി എന്നാണ്, നേരെ നിന്നു അല്ലെങ്കിൽ നേരെ ആയി എന്നാണ്. ഇപ്പൊ റുക്കൂഇൽ നിന്ന് ഇഅ്തിദാൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നേരത്തെ തക്ബീറത്തുൽ ഇഹ്റാമിൽ ഉണ്ടായിരുന്നത് പോലെ നിൽക്കണം. അതാണ് അൽ ഇഅ്തിദാൽ. ഇഅ്തിദാൽ എന്നത് സഹോദരങ്ങളെ നേരത്തെ റുക്കൂഇന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ തുമഅനീനത്തോടുകൂടി ചെയ്യണം. നിസ്കാരത്തിൽ നിങ്ങൾ നോക്കൂ, പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു സ്ഥലത്തും തിടുക്കമോ എടുത്തുചാട്ടമോ ഇല്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിസ്കാരത്തിൽ തക്ബീർ മുതൽ തസ്ലീം വരെയുള്ള എല്ലാ റുക്നുകളിലും നമ്മൾ അടക്കം പാലിക്കേണ്ടതുണ്ട്. അടക്കം പാലിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു കൊടുത്താണ്. അത്തുമഅനീന. ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ ഒരാളെ കാണുകയാണ്, നിസ്കരിക്കുന്നു. അയാളുടെ നിസ്കാരം കഴിയുന്നത് വരെ അദ്ദേഹം കാത്തിരുന്നു. ആ വ്യക്തിയുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? അദ്ദേഹം റുക്കൂഉ ചെയ്യുന്നു, സുജൂദ് ചെയ്യുന്നു, പക്ഷേ തുമഅനീനത്തില്ല. നമ്മൾ ചില ആളുകൾ നിസ്കരിക്കുന്നത് പോലെ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അദ്ദേഹം ചോദിച്ചു ഈ വ്യക്തിയോട്, മുൻദു കം തുസല്ലി ഹാദിഹി സ്വല, എത്ര കാലമായി നീ ഇങ്ങനെ നിസ്കരിക്കുന്നു? അദ്ദേഹം പറഞ്ഞു, മുൻദു 40 സന, കഴിഞ്ഞ 40 വർഷങ്ങളായി ഞാൻ ഇങ്ങനെ തന്നെയാണ് നിസ്കരിക്കാറുള്ളത്. ഖാല ഹുദൈഫ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറഞ്ഞു, മുൻദു 40 സനതൻ മാ സല്ലൈത, കഴിഞ്ഞ 40 വർഷങ്ങളായി നീ നിസ്കരിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്, എന്താണ് ആ വാക്ക് നോക്കൂ, കഴിഞ്ഞ 40 വർഷങ്ങളായി നീ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നിന്റെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല. സ്വീകരിക്കാൻ മാത്രമുള്ള നിലവാരത്തിലല്ല നീ നിസ്കരിക്കുന്നത് എന്ന അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വലൗ മിത്ത അലാ ഹാദാ ലമിത്ത അലാ ഗൈറിൽ ഫിത്രത്തി അല്ലതി കാന അലൈഹാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ നിസ്കാരവുമായിട്ടാണ് നീ മരിച്ചു പോകുന്നത് എങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു ശുദ്ധ പ്രകൃതിയിലാണോ ദീനിലാണോ ഉണ്ടായിരുന്നത് അതിലല്ലാത്ത ഒരവസ്ഥയിലായിക്കൊണ്ടായിരിക്കും നീ മരിച്ചു പോവുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മിൽ പലർക്കും അലംഭാവമുള്ളത് നിസ്കാരത്തിലാണ്. നിസ്കാരം അത് അള്ളാഹുവായിട്ടുള്ള കാര്യമല്ലേ, എങ്ങനെയെങ്കിലും നിസ്കരിക്കാലോ. അങ്ങനെയല്ല, നിസ്കാരം
അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർമ്മിക്കേണ്ടത്. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായി കണ്ടോ നിങ്ങൾ അങ്ങനെ നിസ്കരിക്കണം. നോക്കൂ, സഹാബിയുടെ വാക്കാണിത്. കഴിഞ്ഞ 40 വർഷങ്ങളായി നീ നിസ്കരിച്ചിട്ടില്ല. എത്ര ആളുകളുണ്ട് നിസ്കാരത്തിൽ തീർത്തും അലംഭാവം കാണിക്കുന്ന, റുകൂഉം സുജൂദും ഒന്നും ശരിയാക്കാതെ, ഖുശൂഅ് ശ്രദ്ധിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ഇടത്തോട്ടും വലത്തോട്ടും മുകളിലോട്ടും താഴോട്ടും ഒക്കെ നോക്കി, ഉയരുന്ന താഴുന്ന ആടുന്ന എത്ര എത്ര ആളുകളുണ്ട്. സഹോദരങ്ങളെ, അത്തരം നിസ്കാരങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം മനോഹരമായിരുന്നു, ഏറ്റവും ഭംഗിയുള്ളതായിരുന്നു. ആ നിസ്കാരം ഇത്ര കൃത്യമായി പിൽക്കാലക്കാർക്ക് വേണ്ടി വരച്ചു കാണിച്ചു തന്നത് എന്തിനാണ്? നമ്മളത് പിൻപറ്റാനാണ്. അവിടുന്ന് എങ്ങനെ നിസ്കരിച്ചു നിങ്ങൾ നേരത്തെ കണ്ടില്ലേ? വെള്ളം ഒഴിച്ചാൽ അത് അവിടുത്തെ മുതുകിൽ നിന്ന് താഴേക്ക് വീഴുകയില്ല എന്ന ഉദാഹരണ സഹിതം സഹാബത്ത് നമുക്ക് പഠിപ്പിച്ചെന്തിനാ? അതുപോലെ നമ്മൾ റുക്കൂ ചെയ്യാനാണ്. അല്ലാണ്ട് അവിടുത്തെ റുക്കൂഴിന്റെ ഭംഗി കണ്ടിട്ട് നമ്മൾ എന്തൊരു റുക്കൂആണ് എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, നമ്മളത് ചെയ്യാനാണ്. അവിടുന്ന് ഏതൊരു പ്രവൃത്തി ചെയ്തോ അത് നമുക്ക് ചെയ്യാനുള്ളതാണ്. അതിനാണ് അവിടുന്ന് കാണിച്ചു തന്നത്. അതിനാണ് അത് കണ്ട് അതുപോലെ നിങ്ങൾ നിസ്കരിക്കണമെന്ന് പറഞ്ഞത്. പിൽക്കാലക്കാരോട് ഈ ഹദീസ് പറഞ്ഞതിനാ? നമ്മൾ കണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത്? ഇല്ലല്ലോ. ഖിയാമത്ത് നാൾ വരെ ഉള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണോ? ഇല്ല, കാണുകയില്ല. പക്ഷെ അവിടുന്ന് നിസ്കരിച്ചത് ഒരാൾക്ക് നേർക്ക് നേരെ കാണാൻ സാധിക്കുന്ന രൂപത്തിലാണ്. അതുകൊണ്ട് ഈ ഇഅ്തിദാലിൽ നമ്മൾ വന്ന് നിന്നുകൊണ്ട് തുമഅനീനത്തോടുകൂടി നിൽക്കണം, അടക്കത്തോടെ നിൽക്കണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റുക്കൂഇൽ നിന്ന് ഉയരുമ്പോൾ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്നാണ് പറയേണ്ടത്. സമിഅ അല്ലാഹു ലിമൻ ഹമിദ. നമ്മൾ മുന്നേ പറഞ്ഞിരുന്നല്ലോ, പല രൂപങ്ങളുണ്ട്. ഇങ്ങനെ പിടിക്കലും ഇങ്ങനെ ഇതിന്റെ മേലെ വെക്കലും ഒക്കെ ഉണ്ട്. അല സ്വദർ, നെഞ്ചിലേക്ക് ഇറക്കി വെച്ചു എന്നാണ് ഹദീസിലുള്ളത്. വ്യത്യസ്ത റിവായത്തുകളുണ്ട്. അതിൽ ശരിയായ അഭിപ്രായം എന്നുള്ളത് അല സ്വദർ എന്നാണ്. സ്വദർ എന്ന് പറഞ്ഞാൽ നെഞ്ച് ഇവിടെ എന്നുള്ളതാണ്. അത് പലരും പല രൂപത്തിൽ ഇങ്ങനെ കയറ്റിയിട്ടും ഇങ്ങനെ ആക്കിയിട്ടും അതൊന്നുമില്ല. ഒരു നെഞ്ച് എവിടെയാണോ അവിടെ ഇങ്ങനെ കെട്ടുക എന്നുള്ളതാണ്. അത് ഈ രൂപത്തിൽ പിടിക്കാം. ഇങ്ങനെ ഈ 2 വിരലുകൾ കൊണ്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ വെക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെ വെക്കാം, രൂപത്തിലൊക്കെ ചെയ്യാം. നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, കൈകൾ ഉയർത്തേണ്ട രൂപം. എന്നിട്ടത് അല സ്വദർ, സ്വദറിലേക്ക് വെക്കുക. സ്വദർ തന്നെ ഇവിടെ ഇതാണല്ലോ നെഞ്ച്. ചില ആളുകൾ ഇങ്ങനെ വെക്കാറുണ്ട്, ചില ആളുകൾ ഇങ്ങനെ ഈ രൂപത്തിൽ, ആളുകൾ പല കോലത്തിലും ചെയ്യാറുണ്ട്. ആളുകൾ ചെയ്യുന്നതല്ല നമ്മൾ നോക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ചെയ്തോ അങ്ങനെ. അല സ്വദർ എന്ന് പറഞ്ഞാൽ എന്താണോ ആ സ്വദർ പണ്ഡിതന്മാർ കാണിച്ചു തന്നിട്ടുണ്ട്, അതുപോലെ നമ്മൾ ചെയ്യും. ഇതാണ് സ്വദർ എന്ന് പറഞ്ഞാൽ ഇവിടെ വെക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരാൾ കുറച്ച് താണുപോയി, ആ നിസ്കാരം ഫസാദാവും ചെയ്യില്ല. അയാൾ കുറച്ച് താഴ്ത്തി കെട്ടി, നിസ്കാരം ഫസാദായി പോകുന്നില്ല. പക്ഷെ പരിപൂർണത ഇതാണ്. ആ വിഷയത്തിൽ സംവാദത്തിന്റെ ആവശ്യമില്ല, ആ വിഷയത്തിൽ തർക്കിക്കേണ്ട ആവശ്യമില്ല. കൈ വയറ്റത്താണോ കൈ നെഞ്ചത്താണോ അതിലല്ല തല്ലൂടേണ്ടത്. അങ്ങനെ കെട്ടുന്ന ആളുകൾക്ക് വേറെ കുറെ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ അതാണ് പോയിട്ട് ചർച്ച ചെയ്യേണ്ടത്. അവരെവിടെ കെട്ടിയാലും അഖീദ ശരിയാവാതെ എവിടെ കെട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മൾ ആളുകൾ അതിന്റെ പേരിൽ തല്ലുണ്ടാക്കാറുണ്ട്, ശരിയല്ല. ഫിഖ്ഹിയായ മസ്അലകളാണ്. ഫിഖ്ഹിയായ മസ്അലകൾ നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഹൃദയ വിശാലത. അങ്ങനെയും ഇങ്ങനെയും ചെയ്യാം എന്ന അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഹൃദയ വിശാലത വേണം. ഞാൻ പിടിച്ചിട്ട് തന്നെ ഓൻ പിടിക്കണം എന്ന് പറഞ്ഞാൽ അത് ന്യായമല്ല. രണ്ടാമത്തെ, അതിൽ ഏതാണോ ശരി അത് പഠിച്ച് മനസ്സിലാക്കി അത് നമ്മൾ ചെയ്യണം. അതാണ് ആ വിഷയത്തിൽ അടിസ്ഥാനം. മുന്നേ നമ്മൾ വിശദീകരിച്ചിരുന്നു, ഏതോ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ? ശരി. പറഞ്ഞു വന്നത് സമിഅ അല്ലാഹു ലിമൻ ഹമിദ. സമിഅ അല്ലാഹു എന്ന് പറഞ്ഞാൽ, സമിഅ എന്ന് പറഞ്ഞാൽ കേട്ടു എന്ന അർത്ഥമാണ്. സമിഅ എന്ന് പറഞ്ഞാൽ കേട്ടു എന്നാണ് അർത്ഥം. അള്ളാഹു കേട്ടിരിക്കുന്നു, അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കേട്ട് ഉത്തരം നൽകട്ടെ. ലിമൻ ഹമിദഹു, ആരാണോ അള്ളാഹുവിനെ സ്തുതിച്ചത്, അള്ളാഹുവിനെ സ്തുതിവാക്ക് പറഞ്ഞ ആളുകളുടെ
വാക്കുകൾ അള്ളാഹു കേട്ടിരിക്കുന്നു, അതില്ലെങ്കിൽ അള്ളാഹു കേട്ട് അവർക്ക് ഉത്തരം നൽകട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇഅ്തിദാലിലേക്ക് വരേണ്ടത്. ഇഅ്തിദാൽ എന്ന് പറഞ്ഞാൽ നേരെ ആവണം, നേരെ നിൽക്കണം. അത് വരും, അതാണ് ഇനി പറയാൻ പോകുന്നത്. അത് പറഞ്ഞേരം ഒക്കെ വരും. സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് നേരെ നിൽക്കുക. ആ നേരെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ചൊല്ലാനുള്ള ദിക്റുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ പല രൂപത്തിലും വന്നിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് റബ്ബന ലക്കൽ ഹംദ് എന്നു പറയുന്ന ഒരു സമയമെങ്കിലും അവിടെ നിൽക്കണമെന്നാണ്. എത്ര സമയം നിൽക്കണം എന്ന് ചോദിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് റബ്ബന ലക്കൽ ഹംദ്. ഇത് തന്നെ വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ളത്. റുകൂഇനെ കുറിച്ച് അവിടുന്ന് പറഞ്ഞു, അമ്മർ റുകൂഉ ഫഅദ്ദിമു ഫീഹി റബ്ബ. റുകൂഉ എന്നാൽ അവിടെ അള്ളാഹുവിനെ മഹത്വവൽക്കരിക്കുക. വഅമ്മ സുജൂദു, ഹദീസ് അങ്ങനെയാണ്, ഹദീസ് മുഴുവൻ വായിച്ചാണ്. അമ്മർ റുകൂഉ ഫഅദ്ദിമു ഫീഹി റബ്ബ. റുകൂഇൽ റബ്ബിനെ മഹത്വവൽക്കരിക്കുക. റുകൂഅ് തസ്ബീഹിന്റെ തഅദീമിന്റെ വാക്കുകൾ ഉച്ചരിക്കാനുള്ള സന്ദർഭമാണ്, നേരത്തെ നമ്മൾ പറഞ്ഞു. അതിന്റെ ബാക്കിയിൽ അവിടുന്ന് പറഞ്ഞു വഅമ്മ സുജൂദു, എന്നാൽ സുജൂദിന്റെ സ്ഥാനത്ത് ഫജ്തഹിദു ഫിദ്ദുആ, നിങ്ങൾ ദുആഇന്റെ കാര്യത്തിൽ പരിശ്രമിക്കുക. ഫഖമിനുൻ അൻ യുസ്തജാബ ലക്കും, നിങ്ങൾക്ക് പ്രാർത്ഥനകൾക്ക് ഉത്തരത്തിന് സാധ്യത കൂടുതലാണ്. ഇപ്പൊ സുജൂദിന്റെ സ്ഥലങ്ങളിൽ നമ്മൾ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക. ഈ പറഞ്ഞ ദിക്ർ സുബ്ഹാന റബ്ബിയൽ അല എന്നത് വാജിബാണ്, നിർബന്ധമാണ്, നമ്മൾ അത് ചൊല്ലണം. അതിന് പുറമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചില ദിക്റുകളുണ്ട്. നേരത്തെ റുകൂഇന്റെ സന്ദർഭത്തിൽ നമ്മൾ പറഞ്ഞു സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മഗ്ഫിർലി. അത് സുജൂദിന്റെ സ്ഥാനത്ത് ചൊല്ലാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എന്താണ്? അതിൽ പ്രാർത്ഥനയുണ്ട്, അതിൽ തസ്ബീഹുമുണ്ട്, പ്രാർത്ഥനയുമുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്നു, അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി കുല്ലഹു, അല്ലാഹുവേ എൻ്റെ എല്ലാ പാപങ്ങളും നീ പുറത്തു നൽകണേ. ദിഖഹു വജില്ലഹു, ചെറുതും വലുതും, വഅവ്വലഹു വആഖിറഹു, ഞാൻ ആദ്യം ചെയ്തതും ഇനി ചെയ്യാൻ പോകുന്നതും അവസാനം ചെയ്യുന്നതും, വഅലാനിയതഹു വസിറഹു, രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കുന്ന തേട്ടമാണത്, പ്രാർത്ഥനയാണത്, നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ സുജൂദിൽ അവിടുന്ന് ചൊല്ലാറുണ്ടായിരുന്നു യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ സഹോദരങ്ങളെ അവിടെ വർദ്ധിപ്പിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ പെട്ടതാണ്. ഇൻഷാ അല്ലാഹ് സുജൂദുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അടുത്ത ദർസിൽ നമുക്ക് വിശദീകരിക്കാം. സുജൂദിലേക്ക് പോകേണ്ട രൂപവും അതുപോലെയുള്ള ചില കാര്യങ്ങളും അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എത്ര റുക്നുകളായി ഇതുവരെ? 6 റുക്നുകൾ. ഒന്നാമത്തേത് തക്ബീറത്തുൽ ഇഹ്റാം, രണ്ടാമത്തേത് അൽ ഖിയാമു മഅൽ ഖുദ്റ, കഴിവുള്ളവർ നിൽക്കൽ, മൂന്നാമത്തേത് ഖിറാഅത്തു സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക, നാലാമത്തേത് അർ റുകൂഅ്, അഞ്ചാമത്തേത് അർ റഫ്ഉ മിൻഹു അഥവാ അൽ ഇഅ്തിദാൽ, ആറാമത്തേത് അസ്സുജൂദ്. 6 കാര്യങ്ങൾ. ഇനിയോ എത്ര ഉണ്ട്? ഇനി 8 കാര്യങ്ങൾ കൂടിയുണ്ട്. 14 നമ്മൾ പഠിക്കും ഇൻഷാ അല്ലാഹ്. നിസ്കാരത്തിന്റെ ഷർത്തുകളുണ്ട്, അതുപോലെ വുളൂഇന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ ചോദിക്കും അടുത്ത ദർസിൽ. സമയം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മുറാജഅ ചെയ്യാം, മറന്നു വരുതല്ലോ ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണം വരെ അള്ളാഹുവിന്റെ ദീൻ പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. മരണം വരെ അള്ളാഹുവിന്റെ ദീനിൽ അള്ളാഹു നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. ഇവിടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല
മുസ്ലിമായി മുഅ്മിനായി നമ്മെ മരിപ്പിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅല വഅഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.